വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിനിടയാക്കിയ അർബൻ ബാങ്ക് അഴിമതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. അപ്പോഴത്ത് പത്രോസ് എന്നയാളുടെ പരാതിയിലാണ് അന്വേഷണം. 22 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതി ജില്ലാ പോലീസ് മേധാവിക്കാണ് ലഭിച്ചത്. NM വിജയൻ ആത്മഹത്യയ്ക്ക് കാരണമായത് പണമിടപാടിലുണ്ടായ വൻ ബാധ്യതയെന്ന് തെളിയിക്കുന്ന പരാതിയാണ് പോലീസിൽ ലഭിച്ചത്. ബത്തേരിയിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായ പ്രേമൻ മലവയൽ, CT ചന്ദ്രൻ, സക്രിയ മണ്ണിൽ എന്നിവരും മരിച്ച NM വിജയനും പണം വാങ്ങിയതായാണ് താളൂർ അപ്പോഴത്ത് പത്രോസിന്റെ പരാതി. പണമിടപാടിൽ ആദ്യ പരാതി ലഭിച്ചതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം അർബൻ ബാങ്ക് നിയമന അഴിമതിയിൽ അന്വേഷണം ആരംഭിച്ചത്. പത്രോസിന്റെ മൊഴി രേഖപ്പെടുത്തും. 2023 നടന്ന സംഭവത്തിൽ ഈ മാസം 13-ന് പണം തിരിച്ചു നൽകുമെന്ന് NM വിജയൻ പറഞ്ഞിരുന്നതായി പത്രോസ് പറഞ്ഞു. 3 ലക്ഷം രൂപയുടെ 3 ചെക്കും തന്നു. ഈ ചെക്ക് മാറാൻ ചെന്ന് നോക്കുമ്പോൾ അതിൽ പൈസ ഇല്ല. അത് ചെക്ക് ബാങ്കിന്റെ ഇതുണ്ട്, അത് ഇതായി. അത് കഴിഞ്ഞ് അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ ജനുവരി 13-ാം തീയതി വിചാരിച്ച പൈസ തരാനാ പറഞ്ഞിരുന്നത്. ഒരു സ്ഥാനം വിറ്റിട്ടുണ്ട്, പൈസ തരാനാ പറഞ്ഞിരുന്നത്. ഇതോടെ നിയമനങ്ങൾക്ക് നേതാക്കൾക്ക് വേണ്ടി വാങ്ങിയ വൻതുക വിജയന് ബാധ്യതയായി ഉണ്ടായിരുന്നുവെന്ന് തെളിഞ്ഞു. വിജയന്റെയും മകന്റെയും മരണത്തിൽ കേസെടുത്ത പോലീസ് ഇന്നലെയും വിവിധ ആളുകളിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. ഇതിനിടെ നിയമന ഇടപാടിൽ പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് KPCCക്ക് നൽകിയ ഒരു പരാതി കൂടി പുറത്തുവന്നു. നൂൽപ്പുഴ മൂലങ്കാവിലെ ബിജു എന്നയാളാണ് 4 ലക്ഷം രൂപ നിയമനത്തിനായി നൽകിയത്. 2016-ലെ പരാതിയും KPCC പരിഗണിച്ചില്ല. രേഖകളും തെളിവുകളും പുറത്തുവന്നിട്ടും കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് സംബന്ധിച്ച തെളിവുകൾ ഉണ്ടായിട്ടും കോൺഗ്രസ് നടപടിയെടുത്തിട്ടില്ല. അതേസമയം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നതയ്ക്കിടയാക്കിയിട്ടുണ്ട്. DCC യോഗം വിളിക്കണമെന്ന ഭൂരിപക്ഷ അഭിപ്രായവും നേതാക്കൾ പരിഗണിച്ചില്ല. KPCCക്കോ ജില്ലാ നേതൃത്വത്തിനോ പരാതികൾ ലഭിച്ചില്ലെന്ന വാദങ്ങളും പൊളിഞ്ഞിരുന്നു. കൈരളി ന്യൂസ്, വയനാട്.